ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഇത്രയും വെറൈറ്റീസ് പ്ലാന്റ്സ് സ്റ്റോക്ക് വരുന്നത്. അപ്പൊ ഇതിൽ ബുഷി പോട്ട്സ് ഉണ്ട്, സിംഗിൾ പ്ലാന്റ് ഉണ്ട്, മദർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. പ്ലാന്റിന്റെ സൈസ് റേറ്റ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഇത്രയും വെറൈറ്റീസ് അഗ്ലോണിമ സ്റ്റോക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-11 വെറൈറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നു. അതിലിപ്പോ തന്നെ ചില പ്ലാന്റ്സ് ഒക്കെ സിംഗിൾ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. കാരണം ചിലപ്പോൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാതെ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് കണ്ടു തുടങ്ങാം. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിദൂരിയുടെ ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല മെച്ചുവർ ആയിട്ട് നല്ല രീതിയിൽ കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. പ്ലാന്റിന്റെ സൈസ് ഈ ഒരു സൈസ് ആണ് വരുന്നത്. പക്ഷെ ലീവ്സിനൊക്കെ നല്ല കളർ ലീഫിന്റെ ബാക്ക് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് കളർ കയറി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയും സൈസ് വരുന്നുള്ള നല്ല ഭംഗിയായിട്ടുള്ളതാണ്. അതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ വിദൂരിയുടെ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 280 രൂപയാണ് കേട്ടോ. നമ്മളെ നോർമൽ ഗ്രീൻ വിദൂരി അല്ല, നല്ല പിങ്ക് കളർ പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക് കളർ ഷെയ്ഡ് കയറി വരുന്ന ടൈപ്പ് വിദൂരിയാണിത്. അപ്പം ഇതിന്റെ കുറച്ചും കൂടെ വലുതാകുമ്പോഴാണ് ഇതിന്റെ നല്ല കളർ കയറി വരുന്നത്. ഈ ഒരു സൈസാണ് പ്ലാന്റിന് എല്ലാത്തിനും വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 280 രൂപയാണേ. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് സ്റ്റാറിന്റെ പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ തന്നെ ഒരു 4-5 പീസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആയി. ഇനിയിപ്പോ ഇതിൽ നമുക്ക് 2 പീസ്, ഈ പിങ്ക് സ്റ്റാറിന്റെ 2 പീസാണ് നമുക്ക് ബാക്കിയുള്ളത്. അതായത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് പിങ്കും പീച്ചും ഒക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും അതുപോലെ ഗ്രീനും കൂടെ ഒക്കെ കയറി വന്നിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു 2 പീസാണ് നമുക്ക് ബാക്കിയുള്ളത്. ഈ പിങ്ക് സ്റ്റാറിന്റെ അതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റിയേ. ഈ പിങ്ക് സ്റ്റാറിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 320 രൂപയാണ്. ഈ ഒരു സൈസാണ്. എല്ലാം നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല മെച്ചുവർ ആയിട്ടുള്ള നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 320 രൂപയാണ്. ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്താം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ മജസ്റ്റിക് റെഡിന്റെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സൈസിലാണ് മജസ്റ്റിക് റെഡിന്റെ പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല റെഡ് കളറൊക്കെ ലീഫിൽ കയറി വന്നിട്ടുണ്ട്. ഒരുപാട് ലീവ്സ് ഒക്കെ ആയിട്ട് അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഞാൻ എൻ്റെ കൈ വെച്ച് കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത്. ഇതിന്റെ കളർ നിങ്ങൾക്ക് അടുത്ത് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. നല്ല റെഡ് കളർ കയറി വന്നിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സിലും അതേപോലെ റെഡ് കളർ കയറി വന്നിട്ടുണ്ട്. മജസ്റ്റിക് റെഡിന്റെ തന്നെ നെക്സ്റ്റ് വേറൊരു പ്ലാന്റ് ആണ്. ഇതിൽ നോക്കിയാലും റെഡ് കളർ കയറി വന്നിട്ടുണ്ട്. സൈസ് ഒക്കെ സിമിലർ സൈസ് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും. അപ്പൊ മജസ്റ്റിക് റെഡിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 300 രൂപയാണ്. ഈ റെഡ് പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഈ ഒരു സൈസാണ്. സീഡ്ലിംഗ് ടൈപ്പ് ഒന്നും അല്ല, അത്യാവശ്യം മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. മജസ്റ്റിക് റെഡിന്റെ 300 ആണ് റേറ്റ് വരുന്നത്. അടുത്ത നമ്മുടെ റെഡ് ഏഞ്ചലിന്റെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇതിന്റെ ബുഷി പോട്ട്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇത് സിംഗിൾ പ്ലാന്റ് ആണ്. ഇങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് ഏഞ്ചൽ. ഇത് ഒരു പോട്ടിൽ തന്നെ ഈ ഒരു പ്ലാന്റ് മതിയാവും നല്ല ബുഷി ആയിട്ട് ഇരിക്കാനായിട്ട്. ഇതിന്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് വന്നതായിരുന്നു. ഇപ്പൊ ഒരു 2-3 പീസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഈ ഒരു സൈസിലുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ റെഡ് ഏഞ്ചൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് കളർന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 320 രൂപയാണ്. ഈ ഒരു സൈസ് ഞാൻ കൈ വെച്ച് കാണിക്കുന്നുണ്ട് പ്ലാന്റിന്റെ സൈസ്. അപ്പൊ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഇത്രയും ഇതിൽ ഒരുപാട് ഇലകളായിട്ട് നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. 320 രൂപയാണ് വരുന്നത്. അടുത്ത വന്നിട്ട് നമ്മുടെ റോട്ടണ്ടം റെഡിന്റെ ബുഷി പോട്ട്. ഇതില് ഒരു 3-4 ഷൂട്ടോളം വരുന്നുണ്ട്. ഒരു വലിയ ഷൂട്ട്, പിന്നെ കുറച്ച് വലുതും ചെറുതൊക്കെ ആയിട്ട് ഒരു 3-4 ഷൂട്ടോളം ഇങ്ങനെ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഷൂട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ വരുന്ന ഒരു ബുഷി പോട്ടാണ്. ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും അതേപോലെ ബുഷി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ റോട്ടണ്ടം റെഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ കളറില് റെഡ് കളർ ലൈൻസ് ആണ് വരുന്നത്. ഇത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതുപോലെ ബുഷി ആയിട്ട് വളരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത്, ഈ ഫുൾ പോട്ടിന് റേറ്റ് നമുക്ക് വരുന്നത് 400 രൂപയാണ്. ഈ ഒരു 3-4 ഷൂട്ട്സ് ഉള്ളതിന് 400 രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത്. അടുത്തത് നമ്മുടെ
തായ്ലാൻഡ് റെഡ് നാരോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതും റെഡ് കളറാണ്. ഇതേപോലെ നല്ല റെഡ് കളർ വന്നിട്ട് ലീഫ് വന്നിട്ട് നാരോ ലീഫാണ്. ചില ലീഫിൽ ഇതേപോലെ ഒരു ഭംഗിക്ക് ഗ്രീൻ കളറൂടെ വരുന്നുണ്ട്. ലീഫ് മെച്ചുവർ ആവുന്നതിനനുസരിച്ച് ആ ഗ്രീൻ കളർ മാറി ഫുള്ള് റെഡ് കളറായിട്ട് വരും. അതിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈസാണ് പ്ലാന്റിന് വന്നിരിക്കുന്നത്. ഈ സൈസ് വന്നിട്ട് നമുക്ക് റേറ്റ് വരുന്നത് 320 രൂപയാണ്. ഇതിന്റെ കുറച്ചും കൂടെ ഒരു വലിയ സൈസ് ഉണ്ട്, കുറച്ചും കൂടെ വലിയൊരു സൈസ് വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ്, ഇത് കുറച്ച് നല്ല വലിയ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 350 രൂപ. രണ്ടിനും നമ്മൾ റേറ്റ് വ്യത്യാസമുണ്ട്. ഈ ചെറിയ പ്ലാന്റിന് 320, ഈ വലിയ പ്ലാന്റിന് നമുക്ക് 350 ആണ് വരുന്നത്. ഇത് നല്ല ബിഗ് സൈസ് മദർ പ്ലാന്റ് ആയ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 350. ചെറിയ ഈ പ്ലാന്റിന് നമുക്ക് വരുന്നത് 320 ആണ്. ഈ മദർ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പീസ് മാത്രമേ നമുക്ക് ഉള്ളൂ. ഇതും മെച്ചുവർ പ്ലാന്റ് തന്നെയാണ്. ഇതിൽ നിന്നും കുറച്ചും കൂടെ ഇതിന് സൈസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മുടെ ജയ്പോങ് റെഡ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഈ പ്ലാന്റ് വരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയി. ഈ ഒരു പീസ് മാത്രമാണ് നമ്മുടെ ജയ്പോങ് റെഡിന്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ജയ്പോങ് പിങ്ക് പോലെ തന്നെ ഒരു പ്ലാന്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ലീഫ് വരുന്നത് പിങ്ക് കളറിന് പകരം നല്ല ഒരു റെഡ് ഷെയ്ഡാണ് വരുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു റെഡും അതേപോലെ ഗ്രീനും കളർ ഷെയ്ഡാണ് ഇതിന്റെ ലീഫിൽ വരുന്നത്. ഈ സൈസിലുള്ള ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 320 രൂപയാണ് കേട്ടോ. അപ്പൊ ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ. ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല മെച്ചുറായിട്ടും നല്ല രീതിയിൽ കളറൊക്കെ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പൊ റേറ്റ് 320 രൂപയാണ് വന്നത്. ഒരു പീസേ ഉള്ളേ. അടുത്ത നമ്മുടെ 10 ക്യാരറ്റിന്റെ മദർ പ്ലാന്റ്സ്. ഈ ഒരു സൈസിലുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഒരു ലീഫിന് തന്നെ ഇത്രത്തോളം വലുപ്പമുണ്ട്. നല്ല വലിയ വലുപ്പമുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ഈ ഒരു സൈസിലുള്ള 10 ക്യാരറ്റിന്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 375 രൂപയാണ്. മദർ പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ നല്ല മെച്ചുവർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് റേറ്റ് വരുന്നത് 375 രൂപയാണേ. അപ്പൊ അടുത്തത് നമ്മുടെ കൊച്ചിൻ പീച്ച് അല്ലെങ്കിൽ കൊച്ചിൻ എസ്കേഡ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. പീച്ച് കളറിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്രാവശ്യം നമുക്കിത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ലീഫിലൊക്കെ നല്ല പീച്ച് കളർ കയറി വന്നിട്ടുള്ള തരത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പീച്ച് കളർ കാണാനായിട്ട് പറ്റും. എല്ലാം ഒരേ സൈസിലാണ്. പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വന്നിരിക്കുന്നത് ഒരേ സൈസിലാണ്. കൊച്ചിൻ പീച്ച് അല്ലെങ്കിൽ കൊച്ചിൻ എസ്കേഡ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 380 രൂപയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ അടുത്ത് കാണിച്ചില്ല. സൈസ് ഈ ഒരു സൈസാണേ. സൂം ചെയ്ത് കാണിക്കാമേ. പിന്നെ എന്നിട്ട് നമ്മുടെ പിങ്ക് ഡാൽമേഷ്യൻ എന്ന് പറയുന്നത് വളരുന്തോറും ഭംഗി വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് ഡാൽമേഷ്യൻ. നല്ല പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 275 രൂപയാണ്. ഈ ഒരു സൈസിലുള്ള പിങ്ക് ഡാൽമേഷ്യന്റെ പ്ലാന്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ ഇല ഇങ്ങനെ മേളിലോട്ട് കയറി നിൽക്കുന്ന കേട്ടോ. ഇതിലൊക്കെ നോക്കി നിങ്ങൾക്ക് ഫ്ലവർ വന്നിട്ടുണ്ട്. നല്ല മെച്ചുവർ ആയിട്ടുള്ളതാണ്. ഇതിന്റെയൊക്കെ കളർ ഉണ്ടോ, നല്ല കളറൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. റേറ്റ് 275 വരുന്നത്. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിൽ ഒരു 2 ഷൂട്ടും ബേബി ഷൂട്ട്സ് ഒക്കെ ആയിട്ട് വരുന്ന ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് റേറ്റ് വരുന്നത് 375 രൂപയാണ് ഈ ബട്ടർഫ്ലൈയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മള് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാനുള്ളത്. അപ്പൊ ഈ ജയ്പോങ് റെഡ് ഒക്കെ ഒരു പീസേ ഉള്ളപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യുക. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സിൽ നമുക്ക് ഫോട്ടോയോടുകൂടി അയക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഫോട്ടോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ വേണ്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് 2 കൊറിയർ ഫെസിലിറ്റിയാണുള്ളത്. DTDC, പ്രൊഫഷണൽ കൊറിയർ. അതിൽ നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സ് വന്നിട്ട് ഈ DTDCക്കും പ്രൊഫഷണൽ കൊറിയറിനും ഹോം സർവീസ് ഇല്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. DTDCക്കും പ്രൊഫഷണലിനും സാധാരണ ഏരിയസിൽ ഈ ലൈവ് പ്ലാന്റ്സിനും ലൈവ് ഫിഷിനൊക്കെ
ഹോം ഡെലിവറി അവൈലബിൾ അല്ല, മിക്കയിടത്തും പോയി കളക്ട് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ സിറ്റി ഏരിയാസിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഡെലിവറി അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം അവർ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മിക്ക സ്ഥലങ്ങളിലും പാഴ്സൽ അവിടെ എത്തുമ്പോൾ വിളിച്ചു പറയാറാണ് ചെയ്യുന്നത്. 1-2 കസ്റ്റമേഴ്സ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ നമ്മൾ പ്ലാൻസ് വന്നിട്ട് ഇനി വരുന്ന ആഴ്ചയായിരിക്കും അയക്കുന്നത്. നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ ആണെങ്കിൽ മിക്കവാറും ഈ ആഴ്ച തന്നെ അയക്കാൻ നോക്കും. കുറച്ച് ദൂരോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നെക്സ്റ്റ് വീക്കായിരിക്കും അയക്കുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.